ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്ന് മലയാളം കേരള പാഠാവലിയായിരുന്നു പരീക്ഷയുണ്ടായിരുന്നത്. അപ്പോൾ പരീക്ഷ എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അപ്പോൾ താഴെ ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മാധവിക്കുട്ടി എഴുതിയിട്ടുള്ള നിർമ്മാതളം പൂത്തകാലം എന്നതിൽ ഒരു ഖണ്ഡികയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നിർമ്മാതള പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്നു. എത്രയോ നേരത്തെ ഒരു ഗാനശകലം പോലെയാണ്. ചെണ്ടക്കെട്ട് പോലെയുള്ളതും വീണധ്വനി പോലെയുള്ളതുമായ ഗന്ധങ്ങൾ മറ്റു ചില പുഷ്പങ്ങൾക്കുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ചെമ്പകം, തായമ്പക പോലെയല്ല അതിൻ്റെ മണം. പനിനീർ പൂക്കളുടെ സുഗന്ധം വീണയെ അനുസ്മരിപ്പിക്കുന്നു. പാരിജാതം, നാലാപ്പാട്ട് പടിഞ്ഞാറേ മുറ്റത്ത് തലയുയർത്തി പിടിച്ചു നിന്ന് വെയിലും തല താഴ്ത്തി മഴയും കൊണ്ടിരുന്നു ആ മരം. പൂത്തകാലം ആ പരിസരത്ത് ഒരു ഗാനം ഉയർത്തിയില്ല. മഠത്തിലെ മുറ്റത്തിലെ പവിഴമല്ലി ജലതരം ഗത്തിൻ്റെ മണിദാനങ്ങൾ ഉയർത്തിയില്ലേ. മാധവിക്കുട്ടി നിർമ്മാതളം പൂത്തകാലം. അപ്പോൾ അത് വായിച്ചതിന് ശേഷം 2-3 വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാകും. അത് വായിച്ചതിന് ശേഷം നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. ചോദ്യം: നിർമ്മാതള പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്നത് ഏതുപോലെയാണ്? ചെണ്ടക്കൊട്ട് പോലെ, ഗാനശകലം പോലെ, തായമ്പക പോലെ. ഏതുപോലെയാണ് ഉത്തരം? ഗാനശകലം പോലെയാണ്. രണ്ടാമത്തെ ചോദ്യം: വീണയെ അനുസ്മരിപ്പിക്കുന്നത് ഏത് പൂവിൻ്റെ സുഗന്ധമാണ്? പനിനീർ പൂവിൻ്റെ, പാരിജാതത്തിൻ്റെ, നിർമ്മാതളത്തിൻ്റെ. ഉത്തരം പനിനീർ പൂക്കളുടെയാണ്. ചോദ്യം: പവിഴമല്ലി ജലതരംഗത്തിൻ്റെ മണിനാദങ്ങൾ ഉയർത്തിയതെങ്ങനെ? പവിഴമല്ലികളുടെ മഞ്ഞുതുള്ളികൾ കാറ്റേറ്റ് പവിഴമല്ലികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പവിഴമല്ലികൾ പൊഴിയുമ്പോൾ. എങ്ങനെയാണ് ഉയർത്തിയത്? ഉത്തരം പവിഴമല്ലികളുടെ മഞ്ഞുതുള്ളികൾ കാറ്റേറ്റ്. ചോദ്യം: തായമ്പക പോലെ മണിമുതിർക്കുന്നത് പൂവേത്? ഏത് പൂവാണ്? ഉത്തരം ചെമ്പകമാണ്. ചോദ്യം: തലയുയർത്തി പിടിച്ചു നിന്ന് വെയിലും തല താഴ്ത്തി മഴ കൊണ്ടിരുന്ന ആ മരം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ്? ജീവജാലങ്ങൾ പ്രകൃതിയെ വെറുക്കുന്നു, ജീവജാലങ്ങൾ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നു, ജീവജാലങ്ങൾ പ്രകൃതിയെ ഭയക്കുന്നു. ഏതാണ് ഉത്തരം? ജീവജാലങ്ങൾ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നു എന്നതാണ്. ഇനി ആക്ടിവിറ്റി 2, പ്രവർത്തനം 2, അനുഭവക്കുറിപ്പാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ. നിങ്ങൾക്കും ഉണ്ടാകില്ലേ കൂട്ടുകാരുമായുള്ള ഒട്ടേറെ അനുഭവങ്ങൾ? ഉറ്റ ചങ്ങാതിയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള ഒരു അനുഭവം കുറിപ്പായി എഴുതും. അപ്പോൾ നമ്മുടെ ചങ്ങാതി, അതായത് നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമുക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഭവം നിങ്ങളോട് ഇവിടെ കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ എഴുതിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിലെ പ്രവർത്തനം 3 നോക്കാം. പ്രവർത്തനം 3 ലഘു ഉപന്യാസമാണ്. 2 മുഴ ശരീരങ്ങൾക്കിടയിൽ നനഞ്ഞും വിയർത്തും ചേർന്ന് കിടക്കുന്ന നഗരമാണ് പാലക്കാട്. ഭാരതപ്പുഴയുടെ 2 കൈവഴികളായ കണ്ണാടിപ്പുഴയും കാൽപ്പത്തി പുഴയും നഗരത്തിലെ തൊട്ടുരുമിയാണ് ഒഴുകിപ്പോകുന്നത്. ഒപ്പം നഗരത്തിൻ്റെ നഗരവാസികൾക്കും ദേഹമിനുക്കവുമുള്ള ജലക്കണ്ണാടികളുമാണ് ഈ പുഴകൾ. തൻ്റെ നാടിനെക്കുറിച്ച് ഹരിമാഷ് എഴുതിയതാണ് ഈ വരികൾ. ഇതുപോലെ നിങ്ങളുടെ നാടിനെക്കുറിച്ച് അറിയുന്നതും ശേഖരിച്ചതുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പം നിങ്ങളുടെ നാടിലെ അതായത് സവിശേഷമായിട്ടുള്ള ഒരുപാട് ഘടനകൾ ഉണ്ടാകും. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു ലഘു ഉപന്യാസം, അതായത് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ എഴുതിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിലെ ചോദ്യം: സമാന പദം എഴുതുക. കോകിലത്തിൻ്റെ സമാനമായിട്ടുള്ള പദം അവിടെ തന്നിരിക്കുന്നത് ഏതാണ്? കുയിൽ, മയിൽ, വണ്ട്. ഏതാണ് ഉത്തരം? കുയിലാണ് കോകിലം എന്നതിൻ്റെ സമാന പദം. പ്രവർത്തനം 4, വാഗ്മയ ചിത്രമാണ്. കരിമ്പനങ്ങൾ തടിമ്പേറ്റി നിൽക്കുന്ന പാടവരമ്പിലൂടെ പച്ചപ്പായലുകൾ ചായം വരച്ച കാൽപ്പടവുകൾ കയറിയ എൻ്റെ വീട്ടിലെത്താം. വിനു തൻ്റെ വീടിനെക്കുറിച്ച് തയ്യാറാക്കിയ വാഗ്മയ ചിത്രത്തിൻ്റെ തുടക്കമാണിത്. നിങ്ങളുടെ വീടിനെക്കുറിച്ച് വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? വിനു അവൻ്റെ വീടിനെക്കുറിച്ചുള്ള ഒരു വാഗ്മയ ചിത്രമാണ്. അതിൻ്റെ ഒരു തുടക്കരൂപം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ വാഗ്മയ ചിത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് എഴുതിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിലെ ചോദ്യം: പ്രാതൽ എന്ന കഥ എഴുതിയത് ആര്? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠമാണ് പ്രാതൽ. അത് എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എസ് ഗുപ്തൻ നമ്പൂതിരി, VKN, T പത്മനാഭൻ. ആരാണ് എഴുതിയിട്ടുള്ളത്? ഉത്തരം VKN ആണ് പ്രാതൽ എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ളത്. ഈ പ്രവർത്തനം 5 നോക്കാം. പ്രവർത്തനം 5, അതിലെ ചോദ്യം: ശീർഷകം നൽകുക. ഏറെ മോഹിച്ച ഒരു പെട്ടി ചായ പെൻസിൽ ആരോ മറന്നു വെച്ചത് എടുത്തുകൊണ്ടുപോയി.
ഞാൻ രാത്രി കൊതി തീരോളം വരച്ചു. പിറ്റേന്ന് മറക്കാതെ ക്ലാസ്സിൽ കൊണ്ടുവന്നു. എന്നിട്ടും ആരും എന്നെ കേട്ടില്ല. കള്ളൻ എന്ന മുദ്ര കുത്തി. അന്നു മുതൽ ക്ലാസ്സിൽ എന്ത് കളവ് പോയാലും എന്നെ ആദ്യം പരിശോധിക്കും. പതിവ് പോലെ 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ ടീച്ചറോട് കുട്ടികൾ പറഞ്ഞു, ഇവൻ 1ൽ പഠിക്കുമ്പോൾ ചായ പെൻസിൽ കട്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ദീപ ടീച്ചർ എന്നെ ചേർത്തു പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, മേലിൽ ഇനി ഇവനെ ഇങ്ങനെ പറയരുത്. അവനങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല അല്ലേ മോനെ. ഞാൻ ടീച്ചറെ ചേർത്തു പിടിച്ചു. അന്നു മുതൽ എൻ്റെ ആകാശത്തിന് നീല നിറമായിരുന്നു. കഥ വായിച്ചില്ലേ? ഉചിതമായ ശീർഷകം നൽകി ഔചിത്യം എഴുതുക. അപ്പോൾ എന്താണ് അതിന് നിങ്ങൾക്ക് അതായത് ഈ കഥ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു ഉചിതമായിട്ടുള്ള ശീർഷകം തലക്കെട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എഴുതിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളത് എഴുതിയതിന് ശേഷം അതിൻ്റെ കൂടെ അതെന്തുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ ഔചിത്യവും എഴുതേണ്ടതാണ്. അപ്പോൾ അത് എഴുതിയെന്ന് വിചാരിക്കുന്നു. അതിലെ ബി ചോദ്യം നമുക്ക് നോക്കാം. ബി ചോദ്യം എന്താണ്? കർണങ്ങളാലൊന്ന് തിണ്ണം കുലമ്പിച്ചു കണ്ണൻ കുഴൽക്കു കൊടുത്തു ചെമ്മെ. ഇങ്ങനെ നിന്നതാരാണ്? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നിന്നതാര്? അപ്പം അങ്ങനെ ആരാണ് നിന്നിട്ടുള്ളത്? ഷഡ്പദങ്ങൾ, പശുക്കൾ, മാൻപേടകൾ. ആരാണ് അങ്ങനെ നിന്നിട്ടുള്ളത്? ഗാനം കേട്ട നേരം എന്നതിലെ വരികളാണിത്. അപ്പോൾ ഉത്തരം ഏതാണ്? മാൻപേടകളാണ്. അപ്പോൾ മാൻപേടകളാണ് ഉത്തരം. ഇനി പ്രവർത്തനം 6, അവസാനത്തെ പ്രവർത്തനമാണ് ജീവചരിത്രക്കുറിപ്പ്. ഇവിടെ എന്താ VKN എന്ന് പറയുന്ന വ്യക്തിയുടെ കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രാതൽ എന്ന കഥ എഴുതിയ VKNൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ VKN എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ MP പോൾ അവാർഡ്, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, മുട്ടത്ത് വർക്കി അവാർഡ്, UNA ആകാശവാണി പത്രപ്രവർത്തകൻ, സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചു, പിതാമഹൻ, ആരോഹണം, പയ്യൻ കഥകൾ, ജനനം എഴുതിയിട്ടുണ്ട്, മരണം കൊടുത്തിട്ടുണ്ട്, തിരക്കഥ അപ്പുണ്ണി, വടക്കേ കുട്ടാല നാരായണൻകുട്ടി നായർ, ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രചനകൾ, ഹാസ്യരചനകൾ, നോവലിസ്റ്റ്, കഥാകൃത്ത്. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂട്ടുകാർ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് തലക്കെട്ട് ഒരു ഹെഡിങ് എഴുതി കൊടുക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജനനം കൊടുക്കുക. അവസാനമാണ് മരണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ, അദ്ദേഹം ഏത് മേഖലയിലാണ് പ്രസിദ്ധനായത്, എങ്ങനെയുള്ള രചനകളാണ്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവചരിത്രക്കുറിപ്പ് എഴുതുക. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന കേരള പാഠാവലി പരീക്ഷ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.